നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള IPL മാച്ചിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. സോ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മുംബൈ വേഴ്സസ് DC മാച്ചിൽ ഒരു പ്രഡിക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ധവാൻ നല്ലോണം സ്കോർ ചെയ്യും എന്നുള്ളത്. സോ ധവാനെ ഞാൻ സ്കോർ ചെയ്യാൻ എന്തുകൊണ്ട് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ ക്വാളിറ്റി പ്ലെയർ എന്ന് വേണം അടിക്കാൻ. ഞാൻ എൻ്റെ റിപ്പീറ്റ് ചെയ്തുള്ള എല്ലാ മാച്ചസിലും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ധവാനെ റിസ്ക് എടുക്കുക, ഒരു ടീമിലെങ്കിലും ക്യാപ്റ്റൻ വയ്ക്കുക. ടുഡേ എനിക്ക് തോന്നുന്നു ആ ക്യാപ്റ്റൻ വെച്ച എല്ലാവർക്കും ബെനിഫിറ്റ്സ് കിട്ടിക്കാണും. അതുപോലെ തന്നെ അതിന് മുന്നത്തെ മാച്ചിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സഞ്ജു കളിക്കും എന്നുള്ളത്. സഞ്ജു കളിക്കും, ഓക്കെ, ഒരു ക്യാപ്റ്റൻ ഓപ്ഷൻ ആയിരുന്നില്ല, ശരി, ഞാൻ സമ്മതിച്ചു, അത് മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷേ മനീഷ് പാണ്ഡെ ഞാൻ പറഞ്ഞായിരുന്നു മനീഷ് പാണ്ഡെ നല്ലോണം കളിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ മനീഷ് പാണ്ഡെ ഒരു ക്യാപ്റ്റൻ ചോയ്സ് ആയിരുന്നു ഇന്നത്തെ GL. സോ ഡെഫിനറ്റ്ലി ഇന്നത്തെ ദിവസം മീൻസ് ടിപ്പിന്റെ കാര്യത്തിൽ ബെറ്റർ ആയിരുന്നു. സോ ഒത്തിരി പേർക്ക് അടിച്ചു എന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാം. ഇനി നമ്മുടെ ചാനലിൽ ഒരാൾ ഗെയിമേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഗാഡ്ജറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് OnePlus നോഡ്, പുള്ളിക്ക് അതിൽ ഫസ്റ്റ് കിട്ടി. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ അറിയാം, പുള്ളി എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് OnePlus നോഡ് കിട്ടി. വിഷ്ണു എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ കൺഗ്രാറ്റ്സ് വിഷ്ണു ബ്രോ. ഇതുപോലെ തന്നെ ഒത്തിരി പേർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള ടെക്ടോക്സ് കേരള ഡ്രീം 11, ഇതാണ് നമ്മുടെ ലിങ്ക്. നിങ്ങൾ ജസ്റ്റ് ടെക്ടോക്സ് കേരള ഡ്രീം 11 എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും ചാനലിൻ്റെ ലിങ്ക്. സോ നിങ്ങൾ ദയവായിട്ട് ജോയിൻ ചെയ്യുക. ഡിസ്കഷൻ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വരാം. സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. IPL നടക്കുന്ന ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു ഫാന്റസി ആപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് My11 Circle ആപ്പ്. ഇതിന്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള റാഷിദ് ഖാൻ, സൗരവ് ഗാംഗുലി, അതുപോലെ വാട്സണുമായിട്ടൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ടീമിൽ നിന്നുമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 ഇടുക, കളിക്കുക, വളരെ ഈസിയാണ്. ഇനി ദാദയുടെ ടീമുമായിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ T20 ലീഗ് കളിക്കാൻ വേണ്ടി. സോ ദാദയുടെ ടീമിനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ദ ക്യാഷ് ആണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഓരോ ആഴ്ചയും ഒരാൾക്ക് 1 കോടി കിട്ടാനുള്ള അവസരം വേറെയുണ്ട്. പിന്നെ ഇതാണ് റീസെന്റ് നടന്ന മാച്ചസിന്റെ 1 crore വിന്നേഴ്സ്. പിന്നെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ഈസിയാണ്, സെക്യൂറുമാണ്. നമ്മുടെ ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1500 രൂപയുടെ ക്യാഷ് ബോണസ് ആണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. അതായത് ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 20% ക്യാഷ് ബാക്ക് ആണ്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമന്റിലും ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് IPL കളിച്ച് നേടാം. സോ മാച്ചിന്റെ പ്രിവ്യൂവിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ RCBയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏകദേശം ഒരേപോലെ തന്നെയാണ് പോയിന്റ് ടേബിളിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ട് ടീംസിന് 4 വിക്ടറി ആയിരുന്നു 6 മാച്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിഡിൽ ഓഫ് ദ ടേബിളിലാണ് രണ്ട് ടീംസും ഉള്ളത്. ഇനി KKRന്റെ നെറ്റ് റൺ റേറ്റ് ഒരല്പം കൂടുതലാണ്, +0.017 ആണ് കമ്പയർഡ് ടു വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയുടെ -0.820. എല്ലാം കാരണം ആ ഒരു കിങ്സ് 11-നെതിരെയുള്ള ആ ഒരു മാച്ചിന്റെ പ്രോബ്ലം ആണ്. ഇനി ചലഞ്ചേഴ്സ് അവർ കളിക്കാൻ പോകുന്ന ഫസ്റ്റ് മാച്ചാണ് ഷാർജയിൽ. ശരിക്കും പറഞ്ഞാൽ KKR നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ്സ് 11 പഞ്ചാബിലൂടെ ജസ്റ്റിനാണ് രക്ഷപ്പെട്ടത്. സോ ആ ഒരു ടൈപ്പ് ഓഫ് കളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ RCBക്കെതിരെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം RCB ഇപ്പോൾ ഒരുവിധം നമുക്ക് നോക്കുകയാണെങ്കിൽ ഫോമിലാണ്, പ്രത്യേകിച്ച് ക്രിസ് മോറിസും കൂടെ വന്ന സ്ഥിതിക്ക്. ഇനി പിച്ചിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാൻ പാരഡൈസ് ആണ്. സോ ഫാർ ബൗളേഴ്സിന് അത്രയധികം ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല. പിന്നെ പക്ഷെ ലാസ്റ്റ് മാച്ചിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പിച്ച് ബൗളിങ്ങിന് അനുകൂലിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ബോൾ ശരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരല്പം ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിച്ചിൽ. ഇനി ഷോർട്ട് ബൗണ്ടറീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പേഴ്സേഴ്സിന് സ്പിന്നേഴ്സിന് ഒരു നൈറ്റ് മെയർ ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്, അതായത് ലാസ്റ്റ് ടൈം ദ പിച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, റൺഔട്ട് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചും കൂടെ സ്ലോ ആയിരുന്നു. സോ നമ്മൾ മാച്ച് ഡേയിൽ നടക്കാൻ പോകുന്ന പിച്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ബട്ട് പ്രോബബ്ലി പിച്ച് ഇൻ ഷാർജ ഇസ് ഗുഡ് ടു ബാറ്റ്സ്മാൻ പാരഡൈസ് ആൻഡ് എ നൈറ്റ് മെയർ ഫോർ ദ ബൗളേഴ്സ്. ന്യൂസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് റൈഡേഴ്സിന്റെ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഓവർസീസ് പ്ലേയേഴ്സ് ആയിട്ടുള്ള റസലും നരേന്റെയും കാര്യത്തിലാണ് ഈ ഒരു പ്രോബ്ലം വന്നിരിക്കുന്ന. മാനേജ്മെന്റിന് ഒത്തിരിയധികം ചിന്തിക്കാനുണ്ട്. ഇനി ആ കിങ്സ് 11 പഞ്ചാബിനെതിരെയുള്ള ആ മാച്ച് ശനിയാഴ്ച റസലിന് ഇഞ്ചുറി ആയിട്ടുണ്ട്, നീല്. സോ അതിനുശേഷം പുള്ളി ബൗൾ ചെയ്തില്ല.
ഇനി എന്താണെന്നുള്ളത് പറയാൻ പറ്റത്തില്ല, റസൽ കളിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. പ്രോബബ്ലി റസലിന്റെ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടുതലാവാനാണ് ചാൻസ്. സോ ഇമ്പാക്ട് ഇതുവരെയും അതിനനുസരിച്ച് ന്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇനി നറേന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്, സസ്പെക്ട് ബൗളിംഗ് ഓപ്ഷൻ. ഇനി നറേൻ ഒന്നും കൂടെ ആ ഒരു സസ്പെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്യും നറേനെ. സോ ഈ ബൗളിങ്ങിൽ ഈ ഒരു സീസണിൽ പുള്ളിയുടെ ബൗളിംഗ് ഓൾമോസ്റ്റ് ഓവറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മാച്ചിനുള്ളിൽ തന്നെ ഇത്രയധികം ബൗളിംഗ് ആക്ഷൻ ട്വീക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. സോ പ്രോബബ്ലി രണ്ട് മെയിൻ ഇമ്പോർട്ടൻറ്റ് ബൗളേഴ്സിനാണ് നഷ്ടപ്പെടുന്നത്. ബാറ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് വിടാം, ബട്ട് ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു KKRന്. സോ RCBക്ക് എതിരെയുള്ള മാച്ച് ഒരല്പം വീക്ക് പോയിന്റ് ഇത് രണ്ടുമാണ്. ഇനി സ്ട്രാറ്റജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിഞ്ച് സ്ട്രഗിൾ ചെയ്യാണ്, പ്രത്യേകിച്ച് ബൗളിംഗ് ഈ ഇൻകമിംഗ് ബോൾ ആണെങ്കിലും അതുപോലെ തന്നെ സ്പിന്നേഴ്സിനാണെങ്കിലും. ഇനി സ്പിന്നിന് 5 ഇന്നിങ്സ് ഫേസ് ചെയ്തതിൽ 4 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. ആവറേജ് ജസ്റ്റ് 14.8 ആണ്. സോ അതുകൊണ്ട് തന്നെ കുൽദീപിനെ കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം കുൽദീപ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഫിഞ്ചുമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അക്രോസ് T20s ഫിഞ്ചിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.3 ആണ് അഗൻസ്റ്റ് ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ്. അത് മാത്രമല്ല 4 പ്രാവശ്യം ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് 5 ഇന്നിങ്സിൽ. സോ ഫിഞ്ചിന്റെ കാര്യത്തിൽ ഏകദേശം അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ഇനി റോയൽ ചലഞ്ചേഴ്സിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുസ്വേന്ദ്ര ചാഹലിനെ കുറച്ച് സേവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫോർ ഓയിൻ മോർഗൻ. കാരണം and ask the leg spinner to bowl slower to him more than usual. കാരണം Morgan loves spinners who bowls quicker at him and the numbers back up. Morgan has been dismissed yet this season by spin bowling at over 90 km/h, but averages just 5.70 when spinners slow it down. സോ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുസ്വേന്ദ്ര ചാഹൽ നോർമലി ഫ്ലൈറ്റ് ചെയ്ത് എറിയുന്ന ഒരു ബൗളറാണ്. സോ മോർഗനെതിരെ കളിക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്ലൈറ്റ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറയും പ്രോബബ്ലി ടീം മാനേജ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ കോഹ്ലി തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോർഗന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെയധികം ലോ ആണ്, ആവറേജ് അതിനേക്കാളും വലിയ ലോ ആണ്. കാരണം മോർഗൻ സ്ട്രഗിൾ ചെയ്യും. കാരണം ഫ്ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോൾ സ്പിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ മോർഗൻ സ്ട്രഗിൾ ചെയ്യും. സോ ഇത് രണ്ടുമാണ് സ്ട്രാറ്റജിയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി സ്റ്റാറ്റ്സ് ആൻഡ് ട്രിവിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 223 റണ്ണാണ് കോഹ്ലി ഇതുവരെ സ്കോർ ചെയ്തത്. കാരണം ഹി ഈസ് ദ മോസ്റ്റ് റൺ സ്കോറർ നോൺ ഓപ്പണേഴ്സ് ഇൻ IPL T20. അതുപോലെ തന്നെ നോൺ ഓപ്പണേഴ്സിന്റെ കാര്യത്തിൽ ആവറേജ് 50 ആണ്. സോ വിരാട് കോഹ്ലി ഇസ് എ റൺ മെഷീൻ, സ്റ്റാർട്ടഡ് ടു ഫ്ലോ ദ റൺസ്. ഇനി 2018 നോക്കുകയാണെങ്കിൽ കോഹ്ലിയുടെ ബെസ്റ്റ് നമ്പേഴ്സ് ഇൻ IPL ഹാസ് കം അഗൻസ്റ്റ് നൈറ്റ് റൈഡേഴ്സ്. മോസ്റ്റ് റൺസ് എന്ന് പറഞ്ഞാൽ 283 റൺസ് ആണ് അഗൻസ്റ്റ് നൈറ്റ് റൈഡേഴ്സ്. ഹയസ്റ്റ് ആവറേജ് 94.3. അതുപോലെ ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് 154. മോസ്റ്റ് 50+ സ്കോർസ് 3 കൗണ്ട് ആണ്. അതിൽ ലാസ്റ്റ് 3 സ്കോർസ് അഗൻസ്റ്റ് നൈറ്റ് റൈഡേഴ്സ് ആർ 184-68. ഓൾറെഡി കോഹ്ലിയുടെ ഫോം ഇമ്പൾസീവ് ഫോമിലാണ്. അങ്ങറ്റത്തെ ഫോമിൽ നിൽക്കുന്ന കോഹ്ലിക്ക് പ്രത്യേകിച്ച് നൈറ്റ് റൈഡേഴ്സിനെതിരെ S2Hലെ റെക്കോർഡ്സും കൂടുതലാണ്. സോ കോഹ്ലി ഈസ് എ ഗുഡ് ബെറ്റ് ഫോർ ദിസ് മാച്ച്. 184 and 68 ആണ് ലാസ്റ്റ് 3 മാച്ചസിന്റെ റെക്കോർഡ്സ്. ഇനി ഈ ഒരു സീസണിൽ AB ഡിവിലിയേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 53 ആണ്, ബാറ്റിംഗ് ഫസ്റ്റ്. പക്ഷേ ചേസ് ചെയ്യുന്ന സമയത്ത് 24.55 മാത്രമാണ് സെക്കൻഡ് ഇന്നിങ്സിൽ. സ്ട്രൈക്ക് റേറ്റും അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. 189 ആണ് ഫസ്റ്റ് ഇന്നിങ്സിൽ കമ്പയർഡ് ടു 144 ഇൻ ദ സെക്കൻഡ്. ഇനി നൈറ്റ് റൈഡേഴ്സ് ഇതുവരെയും ഈ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഗെയിംസും ബാറ്റിംഗ് ഫസ്റ്റിൽ ജയിച്ചിട്ടുണ്ട്. ഈ ഒരു ഫീറ്റ് ലാസ്റ്റ് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാൽ വേ ബാക്ക് ഇൻ 2014 ആ ഒരു ടൈമിൽ അവർക്ക് ടൈറ്റിലും കിട്ടിയായിരുന്നു. സോ ടിപ്പിക്കലി അവർക്ക് ടൈറ്റിൽ കിട്ടും എന്നുള്ളതല്ല, ബട്ട് ദിസ് ഈസ് ദ സ്റ്റാറ്റ്. ഇനി ലൈക്ലി 11ന്റെ കാര്യം പറയുകയാണെങ്കിൽ ആരോൺ ഫിഞ്ച്, ദേവ്ദത്ത് പടിക്കൽ, വിരാട് കോഹ്ലി, AB ഡിവിലിയേഴ്സ്, ഗുർകിരത് സിംഗ് മൻ, ശിവൻ ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, ക്രിസ് മോറിസ്, ഇസ്രു ഡാന, നവദീപ് സൈനി ആൻഡ് യുസ്വേന്ദ്ര ചാഹൽ. അവരുടെ ഒരു ലൈനപ്പിൽ വലിയ ടിങ്കർ ചെയ്യാൻ ചാൻസ് ഇല്ല. കൊൽക്കത്തയുടെ കാര്യത്തിൽ ശുഭങ്കിൽ, രാഹുൽ ത്രിപതി, നിതീഷ് റാണ, ഓയിൻ മോർഗൻ, ദിനേഷ് കാർത്തിക്, ആൻഡ്രൂ റസൽ ഓർ ടോം ബാന്റൺ. റിസ്ക് സുനിൽ നരൈൻ, പാറ്റ് കമ്മിൻസ്, കമലേഷ് നഗർകോട്ടി ഓർ ശിവം അവി, പ്രസിദ്ധ് കൃഷ്ണ ഓർ വരുൺ ചക്രവർത്തി. അപ്പോൾ സ്ക്വാഡ് ഡീറ്റെയിലിന് മുന്നേ നമുക്ക് നേരെ ടീമിന്റെ ഒരു ബേസിലേക്ക് പോകാം. സോ ടീമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പർ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവിലിയേഴ്സ് ആണ്. ബട്ട് ദിനേഷ് കാർത്തിക് ലാസ്റ്റ് അത്രയും വലിയ സ്ലോ പിച്ചിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ദിനേഷ് കാർത്തിക്കും ഫോമിന്റെ കാര്യത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ബട്ട് നമുക്ക് എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ദിനേഷ് കാർത്തിക്കിന്റെ ബാറ്റിംഗ് പൊസിഷനും അത്രയധികം കൺഫേംഡ് അല്ല. പ്രത്യേകിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ യാതൊരു ക്ലാരിറ്റി ഇല്ല. സോ ദിനേഷ് കാർത്തിനെ നമുക്ക് പ്രോബ്ലി SLന്റെ കാര്യത്തിൽ അവോയ്ഡ് ചെയ്യാം. ബട്ട് GL നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് പിക്ക് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ്. കാരണം ചേസിംഗ് സമയത്ത് ദിനേഷ് കാർത്തിക് വളരെയധികം ക്രൂഷ്യലാവും, പ്രത്യേകിച്ച് ഫോമിൽ തിരിച്ചു വന്നതുകൊണ്ട്. ഇനി വിരാട് കോഹ്ലി, ശുഭങ്കിൽ, ദേവ്ദത്ത് പടിക്കൽ, ഓയിൻ മോർഗൻ, ത്രിപതി, ആരോൺ ഫിഞ്ച്. ബാറ്റിംഗ് കോൺസെൻട്രേറ്റഡ് ടീമാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. വിരാട് കോഹ്ലി ഓഫ് കോഴ്സ് കൺസിസ്റ്റന്റ് ആണ്. ശുഭങ്കിൽ ഓഫ് കോഴ്സ് KKRന് വേണ്ടി കൺസിസ്റ്റന്റ് ആണ്. ദേവ്ദത്ത് പടിക്കൽ വലുതായിട്ടുള്ള സ്കോർസ് 50 സ്കോർസ് ഒക്കെ എടുക്കുന്നുള്ളൂ, മാക്സ് അതിനുശേഷം പോകുന്നില്ല. ബട്ട് എനിവേ
സ്കോർസിന്റെ കാര്യത്തിൽ സേഫ് ആയിട്ടുള്ള പോയിന്റ്സ് പുള്ളി തരുന്നുണ്ട്. സോ ദേവദൂത് പടിക്കൽ നമുക്ക് എടുക്കാം. ഓയിൻ മോർഗൻ അതുപോലെ തന്നെ ഹിറ്റിംഗ് കാര്യത്തിൽ പിഞ്ച് ഹിറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ചിലപ്പോൾ KKR കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് റസലും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ. സോ ഓയിൻ മോർഗൻ ഇസ് ഓൾസോ എ സേഫ് ബെറ്റ്. പിന്നെ രാഹുൽ ത്രിപതി ഓഫ് കോഴ്സ് ഓപ്പണറാണ്, കഴിഞ്ഞ കളിയിൽ ഫ്ലോപ്പ് ആയിരുന്നു. ബട്ട് ഷാർജ പിച്ചിൽ രാഹുൽ ത്രിപതിയുടെ ഓപ്ഷൻ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആണ്. സോ രാഹുൽ ത്രിപതി ഞാൻ എടുത്തിട്ടുണ്ട്. ആരോൺ ഫിഞ്ച് ഔട്ട് ഓഫ് ഫോം ആണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ആരോൺ ഫിഞ്ച് ഈ ഒരു പിച്ചിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചിൽ ആരോൺ ഫിഞ്ച് കളിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ 6 ബാറ്റ്സ്മാനാണ് എടുത്തിരിക്കുന്നത്. വേറെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിതീഷ് റാണ നല്ലൊരു ഓപ്ഷനാണ്, ബട്ട് ഞാൻ പ്രോബ്ലി ഈ ഒരു ഓപ്ഷനിലാണ് പോകുന്നത്. ഓൾറൗണ്ടറിൽ ഞാൻ ഒരാളെ എടുത്തിട്ടുള്ളൂ തൽക്കാലം, കാരണം സുനിൽ നാരായണന്റെ ബൗളിങ്ങിന്റെ കാര്യത്തിൽ യാതൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു മാച്ചിനുള്ളിൽ തന്നെ ബൗളിംഗ് ആക്ഷൻ ട്വീക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട്. സോ അതുകൊണ്ട് സുനിൽ നാരായണനെ ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ്രെ റസലിന്റെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. സോ ആൻഡ്രെ റസലിനെയും പ്രോബ്ലി ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ മാച്ചിൽ വാഷിംഗ്ടൺ സുന്ദർ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. 2 വിക്കറ്റും എടുത്തായിരുന്നു, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ്സ്. സോ വാഷിംഗ്ടൺ സുന്ദർ ക്രൂഷ്യലാണ്. ബട്ട് ഷാർജ പിച്ചിൽ അന്നത്തെ അധികം ഒരു അഡ്വാൻറ്റേജ് ഇല്ലാന്നുണ്ടെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ വേസ്റ്റ് ആയി പോകാനാണ് ചാൻസ്. സോ സേഫ് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ശിവൻ ദുബെ. ബൗളേഴ്സിന്റെ കാര്യത്തിൽ സേഫ് ആയിട്ടുള്ള യുസ്വേന്ദ്ര ചഹൽ ഞാൻ ഇടുകയാണ്. പിച്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ യുസ്വേന്ദ്ര ചഹലിന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് പേഴ്സണൽ സെലക്ഷൻ കൂടെ നമ്മൾ നോക്കുമ്പോൾ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ യുസ്വേന്ദ്ര ചഹലിന് ഇടുകയാണ്. പിന്നെ പാറ്റ് കമ്മിൻസ് KKRനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേസ് പിയർ ഹെഡ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു മാച്ചിൽ കുറച്ചും കൂടെ ക്രൂഷ്യൽ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പാറ്റ് കമ്മിൻസിന് ഇടുന്നു. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്രെഡിറ്റിന്റെ ഒരു ഇഷ്യൂ ഈ ഒരു മാച്ചിൽ ഉണ്ട് മെയിനായിട്ട്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് പ്രസിദ്ധ് കൃഷ്ണയാണ്. പ്രസിദ്ധ് കൃഷ്ണ നല്ലൊരു ഓപ്ഷനാണ്, കാരണം പ്രസിദ്ധ് കൃഷ്ണ കഴിഞ്ഞ മാച്ചിൽ നല്ല രീതിയിൽ തന്നെയാണ് ബൗൾ ചെയ്തത്. അത് മാത്രമല്ല ഒത്തിരിയധികം പേസും ഒത്തിരിയധികം വേരിയേഷൻസ് ഒക്കെ ഉള്ള ബൗളറാണ്. സോ പ്രസിദ്ധ് കൃഷ്ണയാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. വേറെ ഒത്തിരിയധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നവദീപ് സൈനി ഉണ്ട്, കമലേഷ് നഗർകുട്ടി ഉണ്ട്, വരുൺ ചക്രവർത്തി, ഇസ്രൂഡാൻ, ഇതെല്ലാം അവൈലബിൾ ഓപ്ഷൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് GL ട്രൈ ചെയ്യാനുള്ള ബൗളേഴ്സ് ആണ്. സോ ടീം പ്രിവ്യൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 6 ബാറ്റ്സ്മാനുമായിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ഒരു ഓൾറൗണ്ടർ, പിന്നെ 3 ബൗളേഴ്സ്, അതുപോലെ 1 വിക്കറ്റ് കീപ്പർ. ക്യാപ്റ്റൻ സേഫ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് സേഫ് ആയിട്ടുള്ള വിരാട് കോഹ്ലിയും KKRനെ സംബന്ധിച്ച് വളരെ അൾട്ടിമേറ്റ് സേഫ് ആയിട്ടുള്ള ശുഭം ഗില്ലുമാണ് എൻ്റെ വൈസ് ക്യാപ്റ്റൻ. സോ ദിസ് ഈസ് മൈ ബേസ് ടീം. സ്ക്വാഡ് ഡീറ്റെയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ആരോൺ ഫിഞ്ച് ഫസ്റ്റ് സീരിയസ്ലി സ്ട്രഗിൾ ചെയ്യുവാണ്. ഇൻകമിംഗ് ഡെലിവറീസ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയാണ്, ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്തു ദീപക് ചാറിനെതിരെ. അതുപോലെ തന്നെ ദീപക് ചാർ തന്നെയാണ് വിക്കറ്റും എടുത്തത്, ഒരു ഇൻകമിംഗ് ഡെലിവറി. സ്പിന്നേഴ്സിനെതിരെയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഹി നീഡ്സ് ടു സ്കോർ 1 ബിഗ് സ്കോർ ടു ഗെറ്റ് ഗോയിങ്. ആസ് ഓൾവേസ് സേ, ഫിഞ്ച് ഈസ് ഓൾവേസ് എ GL പുണ്ട്. ഞാൻ 3 പേരെയാണ് ഈ ഒരു സീസണിൽ കൂടുതലായിട്ട് ബെറ്റ് വെച്ചിരുന്നത്, അതായത് കോഹ്ലി, വാട്സൺ, ധവൻ. 3 പേരെയും ഒത്തിരിയധികം ഇന്നിങ്സുകൾ ബെറ്റ് വെച്ചു. അതുപോലെ തന്നെ റീപ്പ് ചെയ്തു റിവാർഡ്സ്, ഒത്തിരി പേര് റീപ്പ് ചെയ്തു. ഞാൻ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കോഹ്ലിയും വാട്സണും ധവാനും വീണ്ടും ട്രൈ ചെയ്യാനായിട്ട്. അത് ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ആരോൺ ഫിഞ്ചിനെ ഞാൻ എടുത്ത് പറയുന്നത്. ബെറ്റ് ഓൺ ഫിഞ്ച് ഹൈ ആസ് ഹി വിൽ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലായിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് ഷാർജ പിച്ചാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. പ്രോബ്ലം ബീയിങ് ദറ്റ് കമ്മിൻസ് ആൻഡ് പ്രസിദ്ധ് കൃഷ്ണ ഇൻ ദ KKR ലൈനപ്പ്. ഇപ്പോൾ ഏർലി മൂവ്മെന്റ്സ് അന്നത്തെ പോലെ തന്നെ ഷാർജ പിച്ച് ഒരു അല്പം സ്ലോ ആണ്. ഏർലി മൂവ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരുൺ ഫിഞ്ച് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഹി വിൽ ടേക്ക് ചാൻസസ് ഇൻ ഷാർജ. സോ മസ്റ്റ് പിക്ക് ഇൻ GL. ദേവദൂത് പടിക്കൽ ഈസ് ഗ്രോയിങ് ഓൺ കോൺഫിഡൻസ്. ഹിസ് സ്ട്രൈക്ക് റേറ്റ് ഈസ് എ മാറ്റർ ഓഫ് കൺസേൺ. ആസ് ഓൾവേസ് സേ, ദേവദൂത് പടിക്കലിന്റെ സ്ട്രൈക്ക് റേറ്റ് കുറച്ച് ബിലോ പാർ ആണ്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഹി ഈസ് വെരി ഗുഡ്. ഞാൻ ഓൾവേസ് പറയുന്നതാണ്, ഫസ്റ്റ് ഇന്നിങ്സിൽ ദേവദൂത് പടിക്കലിന് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതായത് ടു മച്ച് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 200 പ്ലസ് 180 പ്ലസ് എന്നുള്ള രീതിയിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഫ്ലോപ്പ്. പ്രത്യേകിച്ച് ഷാർജ ആയതുകൊണ്ട് ഒപ്പോസിഷൻ KKR നല്ലൊരു സ്കോർ കെട്ടിപ്പടുത്തുകയാണെന്നുണ്ടെങ്കിൽ ദേവദൂത് പടിക്കൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ യൂസ് ഇറ്റ് അക്കോർഡിംഗ്ലി. എനിവേസ് ആസ് പെർ പേഴ്സണൽ സെലക്ഷൻ ഈസ് എ സേഫ് പിക്ക്. വിരാട് കോഹ്ലി കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം ഫോമിൽ നിൽക്കുവാണ്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ കുറച്ച് മാച്ചസ് ഫ്ലോപ്പ് ആയിരുന്നു, പക്ഷേ അതിൽ നിന്ന് തിരിച്ച് വ്യത്യസ്തമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത്. ഈസ് എ ഗുഡ് C ഓപ്ഷൻ, ഇസ് ദ ബെസ്റ്റ് C ഓപ്ഷൻ. പ്രത്യേകിച്ച് കൊൽക്കത്തയ്ക്കെതിരെയുള്ള STH റെക്കോർഡ്സും വളരെയധികം നല്ലതാണ്. ഈസ് വെരി ഡേഞ്ചറസ് ഈവൻ അറ്റ് സ്ലോ പിച്ചസ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, ആ ഒരു പിച്ചിൽ സ്ലോ പിച്ചായിരുന്നു, അതിൽ തന്നെ ഇത്രയധികം റൺസ് അടിച്ചു കൂട്ടുക. പ്രത്യേകിച്ച് 6 ഒക്കെ അടിക്കുന്നത് വളരെ ഈസി ആയിട്ടാണ് അടിക്കുന്നത്. ഓൾ ദ ഷോട്ട്സ് ആർ കമ്മിങ് നൗ. നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന അതേ കോഹ്ലി ഷോട്ട്സ് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഇനി ഷാർജയിലാണെങ്കിൽ കുറച്ചും കൂടെ ചാൻസസ് എടുക്കാൻ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. സോ വിരാട് കോഹ്ലി ഇസ് എ സേഫ് ബെറ്റ്. എബിഡിലേസിന്റെ കാര്യം കൺസിക്വന്റ് ഫ്ലോപ്സ് ആയിരുന്നു കഴിഞ്ഞ 2 മാച്ച്. ഇനി ടീംസ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾവേസ് ട്രൈ ടു സ്ട്രൈക്ക് വിത്ത് ഗുഡ് ബൗളേഴ്സ് ഇനിഷ്യലി ഫോർ 10 to 15 overs പ്രോബ്ലി. ആ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ് പുള്ളിയുടെ വിക്കറ്റ് കിട്ടാൻ വേണ്ടി. സോ പ്രസിദ്ധ് കൃഷ്ണ അല്ലാന്നുണ്ടെങ്കിൽ കമിൻസിനെ ആദ്യം, അല്ലാന്നുണ്ടെങ്കിൽ ലെഗ് സ്പിന്നേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേ ബി ദേ വിൽ യൂസ് കുൽദീപ് യാദവ്, അല്ലാന്നുണ്ടെങ്കിൽ വരുൺ ചക്രവർത്തി. ഇതുപോലത്തെ സ്പിന്നേഴ്സിനൊക്കെ അവർ ഇൻഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് വിത്ത് വെറൈറ്റി. ലെഗ് സ്പിന്നേഴ്സും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം.
ഇപ്പോൾ KKRന്റെ സെറ്റപ്പിൽ വേറൊരു ലെഗ് സ്പിന്നറും ഇല്ല. ഉണ്ടായിരുന്ന ഒരാൾ കുൽദീപാണ്. പ്രോബ്ലി ഫിഞ്ചും അതുപോലെ ഡിവിലിയേഴ്സിനും ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എനിവേ 10-15 ബോൾ വരെ പുള്ളിയെ വിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഗുഡ് ബൈ പറയുന്നതായിരിക്കും നല്ലത്. ഹിൽ ബി ടു ഗുഡ് ആഫ്റ്റർ ദാറ്റ്. എസ്പെഷ്യലി ഫസ്റ്റ് ഇന്നിങ്സിൽ വെരി സേഫ് ബെറ്റ് ആണ് ഡിവിലിയേഴ്സ്. പേഴ്സണൽ സെലക്ഷൻ വെച്ചിട്ട് വളരെയധികം സേഫ് ചോയ്സ് ആണ്. ഗുർപ്രീത് സിംഗ് മൻ ലാസ്റ്റ് ടൈം യൂസ് ചെയ്തതില്ല ആസ് എ ബാറ്റ്സ്മാൻ. കാരണം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്നായിരുന്നു. കാരണം എപ്പോഴും വിരാട് കോഹ്ലി ആയിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. പിന്നെ ഔട്ട് ആവുന്നതെല്ലാം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെയും ശിവൻ ദൂബെ ഒക്കെ കൊണ്ടുവരാനാണ് കൂടുതൽ നോക്കിയത്. ഈസ് എ ഗുഡ് GL പിക്ക്. സ്പിൻ ബൗളറാണ്. മേ ബി എ ഡിഫറൻഷ്യൽ. കാരണം ഒത്തിരിയധികം ബൗളേഴ്സ് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പിച്ചിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുർപ്രീത് സിംഗ് മന്നിന്റെ ബൗളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ബി ഡിഫറൻഷ്യൽ. ശിവൻ ദൂബെ ആദ്യം ഉള്ളതുപോലെ തന്നെ സർപ്രൈസ് വിക്കറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. കാരണം ആദ്യ മാച്ചിലൊക്കെ പോയിന്റ്സ് കിട്ടിയിരുന്നത് വിക്കറ്റ്സിന്റെ ബേസിസിലാണ്. ബട്ട് ഹി ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക്ക്. ഐ ഹവ് ഓൾവേസ് ടോൾഡ് യു ഹി ക്യാൻ സർപ്രൈസ് യു വിത്ത് വിക്കറ്റ്സ്. ഇൻ ഷാർജ സംടൈംസ് ദീസ് തിങ്സ് വർക്ക് ജസ്റ്റ് ലൈക്ക് ഗുർപ്രീത് സിംഗ് മൻ. ഓക്കെ. വാഷിംഗ്ടൺ സുന്ദർ ലാസ്റ്റ് മാച്ച് ബ്യൂട്ടിഫുള്ളി ബൗൾ ചെയ്തു. പിച്ച് ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ 2 വിക്കറ്റും കിട്ടി. ഷാർജ പിച്ച് അന്ന് കണ്ടതുപോലത്തെ ഒരു പിച്ചാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി വി ക്യാൻ ട്രൈ. പക്ഷേ പിച്ചിൽ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ്ടൺ സുന്ദർ എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. കാരണം പ്രോബ്ലി ബാറ്റ്സ്മാൻ എല്ലാം അടിക്കാനായിരിക്കും നോക്കുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെ. ക്രിസ് മോറിസ് വാട്ട് എ ഗുഡ് മാച്ച് ഫോർ RCB. കാരണം RCB ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്യുന്നത്. കാരണം ക്രിസ് മോറിസ് വന്നതിന് ശേഷം ഒരു ഡിഫറെൻറ്റ് ലുക്കിംഗ് RCB നമ്മളൊന്ന് കണ്ടത്. ഷാർജ ഹി ക്യാൻ ബി വെരി വെരി ക്രൂഷ്യൽ. കാരണം ഡെത്ത് ബൗളിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൗളറാണ് ക്രിസ് മോറിസ്. അധികം റണ്ണടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഷാർജ പിച്ചാണ്, റൺസ് പോകാം. ബട്ട് ഹി വിൽ കം ബാക്ക് വെരി സ്ട്രോങ്. സോ ഹി ഈസ് എ സേഫ് പിക്ക്. ഇസ്രുഡാന വളരെയധികം കൺസിസ്റ്റന്റ് ആണ്. ഒത്തിരിയധികം വിക്കറ്റ്സ് 4-5 വിക്കറ്റ്സ് എടുക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് വിക്കറ്റ് എടുക്കുന്നു. ഒത്തിരിയധികം റൺസ് ഒന്നും വലുതായിട്ട് പോകുന്നില്ല. എനിവേ ഹി ഈസ് എ നോർമൽ പിക്ക് ഫോർ GL. നവദീപ് സൈനി ആണെന്നുണ്ടെങ്കിൽ വിക്കറ്റ്സ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കിട്ടുന്നില്ല. ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് മി ആസ് എ നോർമൽ പിക്ക്. കാരണം എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ നോക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ടും ഇങ്ങനത്തെ മാച്ചിൽ കുറച്ചധികം ക്രൂഷ്യൽ ആയിരിക്കും. യുസ്വേന്ദ്ര ചഹൽ പാസ്റ്റ് 2 മാച്ചസും അതുപോലെ തന്നെ സക്സസ്ഫുൾ അല്ലായിരുന്നു. ഷാർജ സ്മോൾ ഗ്രൗണ്ട് ആണ്. അതുപോലെ തന്നെ അസിസ്റ്റൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ഗോ ഫോർ മോർ റൺസ്. പക്ഷേ ആസ് പെർ സെലക്ഷൻ ഹീസ് എ സേഫ് ചോയ്സ്. ബട്ട് ഡെഫിനറ്റ്ലി ഷാർജ അന്ന് യൂസ് ചെയ്ത പിച്ച് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ടേക്ക് എ സേഫ് ബീറ്റ്. യു ക്യാൻ ടേക്ക് എ ബെറ്റ്. കൊൽക്കത്തയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശുഭം ഗിൽ കൺസിസ്റ്റൻസി അറ്റ് ഹിസ് ബെസ്റ്റ്. വിരാട് കോഹ്ലി RCBക്ക് ഉണ്ടെങ്കിൽ ശുഭം ഗിൽ KKRനുണ്ട്. ഹിസ് എ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ദാറ്റ് ക്യാൻ ട്രസ്റ്റ്. സേഫ് പിക്ക് ആണ്. ഡീഫോൾട്ട് VC ഓപ്ഷൻ ആണ്. രാഹുൽ ത്രിപാഠി ഫസ്റ്റ് മാച്ച് ആസ് എൻ ഓപ്പണർ വാസ് ടു ഗുഡ്. സെക്കൻഡ് മാച്ച് വാസ് ടു ബാഡ്. സ്ട്രഗ്ലിംഗ് അഗൈൻസ്റ്റ് ബൗളേഴ്സ്. ആ ഒരു മാച്ചിലാണ് ഞാൻ പറയുന്നത്. ബട്ട് ഷാർജ ഒരു ബാറ്റിംഗ് സ്ട്രിപ്പ് ആയതുകൊണ്ടും മേ ബി ആ ഒരു പിച്ചിലെ ബാറ്റിംഗ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പിച്ചാണ് നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ത്രിപാഠി ടു കം ഗുഡ് ഹിയർ ഐ എക്സ്പെക്ട്. GL പിക്കാണ്. നിതീഷ് റാണ ഹി ഈസ് നോട്ട് ഗിവിംഗ് എനി ജസ്റ്റേഴ്സ് ടു ഹിസ് ടാലന്റ്. കാരണം പ്രോബ്ലി എല്ലാ മാച്ചിലും പുള്ളി ഔട്ട് ആവുകയാണ്. ഹി ഷോർട്ട് ഓഫ് കോൺഫിഡൻസ്. യു ക്യാൻ ഷ്യൂർലി ട്രൈ ഹിം ഇൻ GL. അറ്റ്ലീസ്റ്റ് ഒരു ടീമിലെങ്കിലും ക്യാപ്റ്റൻ വയ്ക്കാനായിട്ട് നോക്കുക. കാരണം ഗുഡ് പ്ലെയർ ആണ്. പ്രത്യേകിച്ച് ഷാർജ പിച്ചിൽ ഹി വിൽ ഫാൻസീസ് മോർ ചാൻസസ്. ഓയിൻ മോർഗൻ ഷോർട്ട് പിച്ച് ബൗളിംഗ് ആയിരിക്കും ബൗളേഴ്സ് കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പിന്നേഴ്സ് വിത്ത് മോർ ഗിവിംഗ് മോർ ഫ്ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ RCB ലൈനപ്പിൽ മോറിസിന് ആ ഒരു സംഭവം ട്രൈ ചെയ്യാൻ പറ്റും. പേസ് അൾട്രാ പേസ് ഒന്നുമില്ല. ബട്ട് ഹി ക്യാൻ ട്രബിൾ. മോറിസ് വളരെയധികം സ്മാർട്ട് തിങ്കിങ് ബൗളറാണ്. അങ്ങനെ അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർഗന് വേറെ ത്രെട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഈ ബാറ്റിംഗ് സർഫസ് ആയതുകൊണ്ട് തന്നെ മോർ ഹെൽപ്പ് കിട്ടും ബാറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ദിനേശ് കാർത്തിക് ക്യാപ്റ്റനാണ്, കീപ്പറാണ്. ലാസ്റ്റ് മാച്ചിൽ പുള്ളി കയറി വന്നു, നല്ലോണം കളിച്ചു. ഹിറ്റഡ് ക്ലീൻലി ആൻഡ് ബ്യൂട്ടിഫുള്ളി. സൂപ്പർ ലുക്കിംഗ് ഷോട്ട്സ് ആയിരുന്നു എല്ലാം. കാരണം പുള്ളിയുടെ ഇന്നിങ്സ് ആയിരുന്നു 2 ടീംസിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. സോ ആ ഒരു മാച്ചിൽ പെർഫോമൻസ് കോൺഫിഡൻസിന് ഒത്തിരിയധികം ബൂസ്റ്റേജ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെയിം കൈൻഡ് ഓഫ് സ്ട്രോക്ക് പ്ലേയിങ് പുള്ളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഇൻ എ പിഞ്ച് ഹിറ്റർ റോൾ. ചേസിങ്ങിന്റെ സമയത്ത് കുറച്ച് കൂടുതൽ ക്രൂഷ്യലാണ്. കാരണം കോൺഫിഡൻസ് ഇത്രയധികം വന്ന സ്ഥിതിക്ക് ചേസിങ്ങിന് ദിനേശ് കാർത്തിക് വളരെയധികം ക്രൂഷ്യലാണ്. ചേസിങ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീമിലെങ്കിലും GL ക്യാപ്റ്റൻ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ്രൂ റസൽ ഒരു ടോം പാൻറ്റ് ഇതിന് പറയാനാണെന്നുണ്ടെങ്കിൽ റസലിന്റെ ഇഞ്ചുറി വളരെയധികം ബിഗ് ആയിട്ടുള്ള ഡെന്റ് ആണ് ടീമിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം റസലിന് തുല്യം റസൽ മാത്രം എന്നേ പറയാൻ പറ്റൂ. ഈസ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ. ഈ ഒരു സീസണിൽ ഇതുവരെയും ഫോം വന്നിട്ടില്ല സ്ട്രൈക്കിന്റെ കാര്യത്തിൽ. പക്ഷേ പുള്ളി വിക്കറ്റ് എടുക്കുമായിരുന്നു. ഡെഫിനറ്റ്ലി കാർത്തിക്കിന് ദ ഗോ ടു ബൗളർ എന്നുള്ള രീതിയിൽ റസലിനെ എടുക്കായിരുന്നു ഈവൻ അറ്റ് ദ ഡെത്ത്. ബട്ട് ഈ ഒരു കാര്യം ഒത്തിരിയധികം പ്രോബ്ലമാണ്. ഇനി ഈവൻ ബാൻഡിന് വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്റിന് ഒരിക്കലും റസലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബാൻഡിന് ബൗളിംഗ് ഇല്ല. ബട്ട് ബാൻഡിന്റെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് എ ടിപ്പിക്കൽ ഓപ്പണർ. ഞാൻ ആ ഒരു ഇംഗ്ലണ്ട്-ഓസ്ട്രേലിയ മാച്ച് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാൻറ്റൺ നമ്പർ 3 നമ്പർ 4 ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബാൻറ്റൺ വേസ്റ്റ് ആവും. സോ നമ്പർ 6 ബാൻറ്റൺ യൂസ് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല എത്രത്തോളം
യൂസ്ഫുൾ ആവുന്നുള്ളൂ. ബട്ട് ഹീസ് എ സോളിഡ് ഓപ്പണർ ആവേണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യാനായിട്ട് ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. സുനിൽ നാരായൺ ബൗളിംഗ് ആക്ഷൻ അണ്ടർ സ്കാനറാണ്. സോ ഇൻ ദിസ് ഷോർട്ട് സ്പാൻ എനിക്ക് തോന്നുന്നില്ല ആ ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഒരു റിപ്പോർട്ടും കൂടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ബാൻ. സോ ഇറ്റ്സ് എ നൈറ്റ് മെയർ ഫോർ KKR. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നരേൻ്റെ ബൗളിംഗ് സോ ഈ ഒരു മാച്ചിൽ ഗ്യാരണ്ടീഡ് അല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറെ മാറ്റി കുൽദീപ് വരാനാണ് മാക്സിമം ചാൻസ്. എനിക്ക് തോന്നുന്നില്ല ബൗൾ ചെയ്യും എന്നുള്ളത്. മേ ബി ബൗൾ ചെയ്യുമായിരിക്കാം, ഒരു ദിവസം കൊണ്ട് ആക്ഷനൊക്കെ ട്വീക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ പാറ്റ് കമ്മിൻസ് നല്ലൊരു ബൗളറാണ്. ഫിഗേഴ്സ് പറയുന്ന പോലെയല്ല, ഹിസ് എ വെരി ഗുഡ് ബൗളർ. ഹിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ വാല്യൂ പിക്കാണ്. ബട്ട് ടൂർണമെൻറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്ര നല്ല ടൂർണമെൻറ്റ് ആയിരുന്നില്ല. മേ ബി കാർത്തിക് പുള്ളി യൂസ് ചെയ്യുന്ന സമയം വേറെയാണ്. കാരണം റബാഡെ ഡൽഹി യൂസ് ചെയ്യുന്നത് പോലെ പാറ്റ് കമ്മിൻസിനെ ഇവിടെ KKR യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് മോർ ദാൻ എ ഡെഡ്ലി ബൗളർ. But you can definitely train GL. He will come very strong. കമലേഷ് നഗരക്കുട്ടി അല്ലെങ്കിൽ ശിവമാവി ബോത്തും രണ്ടുപേരും സെയിം ടൈപ്പ് ഓഫ് ബൗളേഴ്സ് ആണ്. അപ്പോൾ രണ്ടുപേരെയും നിങ്ങൾ ഒരാളെ ട്രൈ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ പിക്കായിട്ട് എടുക്കാൻ ശ്രമിക്കുക. മാക്സിമം 1 to 2 വിക്കറ്റ്സ് എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രസിദ്ധ് കൃഷ്ണ ഹി ക്യാൻ ട്രബിൾ ദ ബാറ്റ്സ്മാൻ വിത്ത് പേസ് ആൻഡ് വേരിയേഷൻസ്. ലാസ്റ്റ് മാച്ചിൽ അതുപോലെ തന്നെയാണ് ചെയ്തത്. ക്രൂഷ്യൽ ടൈമിലാണ് 2 വിക്കറ്റ് പിക്ക് ചെയ്തത്. സോ ഹീസ് എ ഗുഡ് ചോയ്സ്. SL ആണെങ്കിലും GL ആണെങ്കിലും. വരുൺ ചക്രവർത്തി ഹിസ് വേരിയേഷൻസ് നീഡ് ടു ബി റൈറ്റ്, ബാങ്ക് ഓൺ ടാർഗറ്റ്. കാരണം പിച്ച് അസിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് പിച്ച് അസിസ്റ്റൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്പിൻ ബൗളേഴ്സിന് ഒരു നൈറ്റ് മെയർ ആയിരിക്കും. എനിവേ യു ക്യാൻ ട്രൈ ഇൻ GL ആസ് നോർമൽ പിക്ക്. GL പിക്ക് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പിക്ക് നിങ്ങൾ സേഫ് ചോയ്സിന്റെ കൂടെ മിക്സ് ചെയ്യാൻ നോക്കുക. ദിനേശ് കാർത്തിക് ലാസ്റ്റ് മാച്ചിൽ ബാക്ക് ഇൻ ഫോം ആണ്. സോ ഐഡിയലി ഈസ് എ ഗുഡ് ചോയ്സ്. സൈഡ് ഈസ് ചേസിംഗ് ആണെന്നുണ്ടെങ്കിൽ ഹിസ് റിയൽ യൂസ് കംസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടെ സൈഡിനെ ഹോമിലെത്തിക്കാൻ പറ്റും. സോ ദിനേശ് കാർത്തിക് ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ടീമിലെങ്കിലും നിങ്ങൾ GL ഇടാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഇന്നിംഗ്സിൽ നിങ്ങൾക്ക് ഇടാം ഡെഫിനറ്റ്ലി, ബട്ട് കൂടുതൽ ക്രൂഷ്യൽ സെക്കൻഡ് ഇന്നിംഗ്സ് ആണ്. മോർഗൻ ഒത്തിരിയധികം വിക്കറ്റ്സ് ഏർലി ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് എ ഹാൻഡി GL ക്യാപ്റ്റൻ. ഹി ക്യാൻ സ്കോർ എ ലോട്ട് ഓഫ് റൺസ്. ത്രിപ്പത്തി 1 സക്സസ് ആൻഡ് 1 ഫെയിലുവർ. പക്ഷേ ഷാർജ നോർമൽ ഫ്ലാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് ഹിം ടു സ്കോർ അഗൈൻ ആൻഡ് ഗിവ് എ ഗുഡ് സ്റ്റാർട്ട്. ഫിഞ്ച് ഐ ഫീൽ ഫിഞ്ച് ഇസ് ഡ്യൂ ഫോർ എ ബിഗ് സ്കോർ എനി ടൈം. ഡോണ്ട് മിസ് ഹിം യുവർ GL ടീംസ്. ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ GL ക്യാപ്റ്റൻ കൊടുക്കുക, ഇടുക, ഉറങ്ങുക, ഹിറ്റ് ഓർ മിസ്, അത്ര എനിക്ക് പറയാനുള്ളൂ. റാണ ഹി വിൽ ഡു ഗുഡ് ഇൻ ദി സർഫസ്, ക്യാൻ ഹെൽപ്പ് ഇസ് സ്ട്രൈറ്റ്. ഓൾസോ ദ ഡയമെൻഷൻ ഈസ് ടു സ്മാൾ. സോ റാണയെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിച്ചായിരിക്കും ഇത്. സോ റാണ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജി സിംഗ്മൻ നോർമലായിട്ട് നിങ്ങൾക്ക് GL ട്രൈ ചെയ്യാം. ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലും സപ്പോസ് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുർപ്രീത് സിംഗിന് വന്നിട്ട് പിഞ്ച് ഹീറ്റിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ ബൗളിംഗ് ചെയ്യാനുള്ള ഒരു ചാൻസസും ഉണ്ട്. ഒരു ഡിഫറൻഷ്യൽ പിക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടോം ബാൻഡൻ കളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ക്യാപ്റ്റനായിട്ട് ഇഫ് ഹി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാത്രം. അതർവൈസ് ഒരു നോർമൽ ട്രൈ ആയിട്ട് കൊടുക്കാം, അതും റിസ്ക്കിയാണ്. ബെറ്റർ അവോയ്ഡ് ചെയ്യുക നിങ്ങൾ ഈ ഒരു പൊസിഷൻ 2 ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ. ഇനി റസൽ ഇഫ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ബി ടു ഗുഡ്. കാരണം കൺഫേംഡ് ന്യൂസ് ഒന്നുമില്ല. കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക GL. കാരണം ഈ ഒരു പിച്ച് മൈ ടേൺ ഇൻ ഹിസ് ഫേവർ. പ്രസിദ്ധ് കൃഷ്ണ ക്യാൻ ഗെറ്റ് ഗുഡ് വിക്കറ്റ്സ് വിത്ത് ഹിസ് പേസ് ആൻഡ് വേരിയേഷൻ. സോ പ്രസിദ്ധ് കൃഷ്ണ ഞാൻ ഒരിക്കലും GL ക്യാപ്റ്റൻ എന്ന് വെക്കാൻ പറയുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു വൈസ് ക്യാപ്റ്റൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പിക്കായിരുന്ന രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സോ ഹെഡ് ടു ഹെഡ് മാച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാച്ച് കളിച്ചാൽ 2019 കളിച്ചാൽ RCB ജയിച്ചിട്ടുണ്ടെന്ന്. RCB 213 റൺസാണ് എടുത്തിരിക്കുന്നത്. വിരാട് കോഹ്ലി അഗെയിൻ 100. ഇതാണ് ഞാൻ പറഞ്ഞ വിരാട് കോഹ്ലി അഗൈൻസ്റ്റ് KKR ഈസ് വെരി ഗുഡ്. പിന്നെ മോയിൻ അലി അന്ന് നല്ലോണം കളിച്ചായിരുന്നു. വിക്കറ്റ് എടുത്തിരിക്കുന്ന കുൽദീപാണ്. സോ വിക്കറ്റിൻ്റെ കുളം നോക്കുകയാണെങ്കിൽ നരേൻ ഒരു വിക്കറ്റ്, ഗോർണി ഒരു വിക്കറ്റ്, അതുപോലെ തന്നെ റസൽ ഒരു വിക്കറ്റ്, കുൽദീപ് യാദവ് ഒരു വിക്കറ്റ്. ഓപ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിതീഷ് റാണ 2 ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി അധികം നല്ലോണം കളിച്ചു. അതുപോലെ തന്നെ റസൽ. സോ റസൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ബെറ്റ് ചെയ്യാൻ നോക്കുക റസലിന്. വിക്കറ്റിൻ്റെ കോൾ എടുക്കുകയാണെങ്കിൽ സ്റ്റെയിൻ 2 വിക്കറ്റ് ഉണ്ട്, സ്റ്റോയിനിസ് 1 വിക്കറ്റ്, അതുപോലെ തന്നെ സെയിനി 1 വിക്കറ്റ്. അതിന് മുന്നത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ KKR 5 വിക്കറ്റാണ് ജയിച്ചത്. എഗെയിൻ കൊൽക്കത്ത 205 റണ്ണാണ് RCB എടുത്തത്. അതിൽ ടോപ്പ് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി എഗെയിൻ 84 റൺസ്, പിന്നെ ഡിവില്ലിയേഴ്സ് 63 റൺസ്. വിക്കറ്റ് എടുത്തിരിക്കുന്നത് നരയനാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നരയൻ തന്നെയാണ് ഇവിടെ വിക്കറ്റ് എടുത്തിരിക്കുന്നത്. കുൽദീപ് 1 വിക്കറ്റ് ഉണ്ട്, റാണ 1 വിക്കറ്റ്. സോ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ കുൽദീപിന് ഈ ഒരു മാച്ചിലാണെങ്കിലും ഈ ഒരു മാച്ചിലാണെങ്കിലും നല്ല റെക്കോർഡ്സ് ഉണ്ട്. സോ കുൽദീപ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ GL ടീംസിൽ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഈവൻ റാണയാണെങ്കിലും ആ മാച്ചിൽ ബൗൾ ചെയ്തു. ഈവൻ കഴിഞ്ഞ മാച്ചിലാണെങ്കിൽ റാണയ്ക്ക് 2-3 ഓവേഴ്സ് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷ് റാണയെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി ഓപ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ആരും തന്നെ നല്ലോണം കളിച്ചിട്ടില്ല എക്സെപ്റ്റ് റസൽ. സോ റസൽ എഗൻസ്റ്റ് RCB ഈസ് വെരി ഗുഡ്. നിതീഷ് റാണയും ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ചു, സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്.
സോ ബൗളിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സൈനി 2 വിക്കറ്റ്, നെഗി 2 വിക്കറ്റ്, യുസ്വേന്ദ്ര ചഹൽ 1 വിക്കറ്റ്. സൈനിക്കും ഇതുപോലെ തന്നെ നല്ല ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിലും സൈനിക്ക് 1 വിക്കറ്റ് ഉണ്ട്, ഇവിടെ നോക്കുകയാണെങ്കിൽ സൈനിക്ക് 2 വിക്കറ്റ് ഉണ്ട്. സോ സൈനി ഈസ് ഓൾസോ എ ഡിഫറൻഷ്യൽ പിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈനിയെ ട്രൈ ചെയ്യാനായിട്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയസും കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ചോദിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാമിൽ ടെക് ടോക്സ് കേരള സെർച്ച് ചെയ്താൽ മതി. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.